വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഓണം റിലേറ്റഡ് വീഡിയോ ആണ്. ഓണം റിലേറ്റഡ് ആയിട്ട് എന്നോട് കുറേ പേര് മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ്, നമുക്ക് ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ടോണറാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തത്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു സെറമാണ്. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ സെറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ടോണറും ഞാൻ ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അത് രണ്ടും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓയിലി സ്കിൻകാർക്ക് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് പോൺസിൻ്റെ. ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. 2 ഫിംഗർ റൂളൊന്നും വെച്ചിട്ടല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. നല്ല രീതിക്ക് ഫേസ് കവർ ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ലോണം ഇപ്പോൾ വെയിലുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്കിൻ കെയർ കഴിഞ്ഞ് ഞാൻ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ തന്നെ സ്കിന്നിനെ വെറുതെ വിട്ടു. അതിനുശേഷം ഞാൻ മേക്കപ്പിലോട്ട് കടന്നു. ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത് പ്രൈമർ ആണ് കേട്ടോ. ഇത് എൻവൈബയുടെ 4-in-1 ബ്രൈറ്റനിങ് പ്രൈമർ ആണ്. നമ്മൾ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയ പോലെയും അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോയി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നന്നായിട്ട് തന്നെ ഫേസും നെക്കിലൊക്കെ ഞാൻ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതും കുറച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. മാറ്റ് ഫിനിഷ് ആണ് നമുക്ക് തരുന്നത്. നന്നായിട്ട് തന്നെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് അത്ര കറക്റ്റായിട്ട് തോന്നാത്ത കാരണം ഞാൻ കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ടാൽക്കം പൗഡറാണ്. ഞാൻ എൻചാൻഡറിൻ്റെ ടാൽക്കം പൗഡറാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ മാറി മാറി യൂസ് ചെയ്യും. എനിക്ക് സെറ്റ് ചെയ്യാൻ കൂടുതൽ എന്താ പറയുക കോമ്പാക്റ്റിനെക്കാട്ടും ഇഷ്ടം ടാൽക്കം പൗഡറാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഫേസിലും നെക്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് നമ്മളോട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഓണം സെലിബ്രേഷനൊക്കെ ഇവിടം വരെ എത്തി, എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ബ്ലഷ് ആണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് ഹൈലൈറ്റർ കോൺടോർ. ഈ ഒരു പാലറ്റാണ്. എന്നോട് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. നല്ല റേറ്റ് കുറവിലുള്ള ഒരു പാലറ്റാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ബ്ലഷ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. 2 ചീക്കിലും അതുപോലെ തന്നെ നോസിൻ്റെ തുമ്പത്തും ചിന്നിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഹൈലൈറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് 3ഉം ഒരുമിച്ചുള്ള കാരണം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. ഈ 3ഉം ഒരുമിച്ചുണ്ട്. പിന്നെ ഞാൻ കോണ്ടോർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് കോണ്ടോർ യൂസ് ചെയ്യാൻ ശരിക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഹൈലൈറ്ററും അതുപോലെ തന്നെ ബ്ലഷും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലഷും ഹൈലൈറ്ററാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചിന്നും ചീക്കൊക്കെ നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലഷ് ഇടാനും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ. അങ്ങനെ ഫേസ് മേക്കപ്പ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിനി സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എൻവൈബയുടെ എനിക്ക് തോന്നുന്നു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഈ ഒരു സ്പ്രേയിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്താണെന്നറിയില്ല, ഒരു തുമ്പത്ത് ഭയങ്കരമായിട്ട് ഡാർക്ക് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ നോക്കുമ്പോൾ. പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഡാർക്ക് തന്നെയാണ് കേട്ടോ ഐബ്രോസ്. 2 ഐബ്രോസ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഉള്ളിലായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എൻവൈബയുടെ കാജലാണ്. 2 കണ്ണിൻ്റെ മേൽഭാഗത്ത് ഉള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഐഷേഡോ ആണ് അപ്ലൈ ചെയ്യുന്നത്. മാഴ്സിൻ്റെ ഐഷേഡോ പാലറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നൊരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. മിക്കപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരേപോലെ ഞാൻ കണ്ണെഴുതുക അല്ലെങ്കിൽ ഒരേപോലെ ഞാൻ ഐഷേഡോ അപ്ലൈ ചെയ്യുക, ഒരേ ഷെയ്ഡ് തന്നെയോ അപ്ലൈ ചെയ്യുക. പക്ഷേ ഇന്ന് ഞാനൊരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിലായിട്ട് ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഓണം ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാനായിട്ട്. ഓണം സെലിബ്രേഷന് പോകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോറി ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു ബിസിനസ്സിൻ്റെ. ഓണം ടൈം ആയ കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ടൊക്കെ. ഓണം സെലിബ്രേഷന് കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അത് കാരണം നമ്മൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് കുറേ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം ഓണത്തിന്. എന്നാലും നെക്സ്റ്റ് ടൈം നമ്മൾ ഓണത്തിന് വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടും കേട്ടോ. ഇതങ്ങനെ ഐഷേഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ മേലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലത്തെ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കണ്ണിൻ്റെ മേലെയായിട്ട് ഒരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് ഒരു ഗോൾഡ് ഹൈലൈറ്റർ അല്ല, ഒരു കോപ്പർ ഷെയ്ഡിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ണിൻ്റെ കോർണറിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറേ പേർക്കൊന്നും ഓണം സെലിബ്രേഷൻ ഇല്ലയെന്ന് കേട്ടു സ്കൂളിൽ. വയനാടിൻ്റെ ആ ഒരു പ്രശ്നം കാരണം കുറേ പേർക്കൊന്നും ഇല്ല. കുറേ പേർക്കൊക്കെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഓണം സെലിബ്രേഷൻ ഇല്ലാത്തവർ ആരും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത പ്രാവശ്യം ഓണമൊക്കെ ആഘോഷിക്കാം കേട്ടോ. അടുത്തത് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. മേൽഭാഗത്ത് ഞാൻ ആദ്യം വിങ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഞാൻ ആ കാജൽ വെച്ചിട്ട് ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് വിങ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ മേൽഭാഗത്തേക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ.
ഐ മേക്കപ്പ് ലുക്ക് ആയ കാരണം എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ക്ലിയർ ആവണമെന്നില്ല. ഞാൻ ഇതാ ഈ ഒരു ജോയിന് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ കോർണർ ഭാഗത്ത് വരെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്നും ഞാൻ കണ്ണിൻ്റെ മേൽഭാഗത്ത് എഴുതാറില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ പേര് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പട്ടുപാവടയും ധാവണിയും ഒക്കെ ഇട്ടിട്ട് കുറേ പേരെ കണ്ടു. കുറേ സ്കൂൾ കുട്ടികളെ കണ്ടു, കുറേ കോളേജ് പഠിക്കുന്ന പിള്ളേരെ കണ്ടു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ഒരു ഡേയ്സ് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ലൈഫ് ആയാലും അതുപോലെ തന്നെ +1 +2 ലൈഫ് ആയാലും കോളേജ് ഡേയ്സ് ആയാലും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഐഷേഡോയിൽ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്മോക്കി ഐസ് ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ താഴ്ഭാഗത്താണ് ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേൽഭാഗത്ത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാജൽ അപ്ലൈ ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ഞാൻ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് ബ്ലാക്ക് ഷെയ്ഡ്, അതായത് ഐ ഷെയ്ഡിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫോണിലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മിററിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം സ്മോക്കി ഐസ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാറില്ല. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഞാൻ ഡബിൾ ലെയർ ആയിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് മുണ്ടാണ് കേട്ടോ. അതിനും കൂടെ പെയർ ചെയ്തേക്കുന്നത് റെഡ് കളറിലുള്ള ബ്ലൗസാണ്, ബ്രൊക്കേഡ് ബ്ലൗസാണ് കേട്ടോ. എനിക്ക് ബ്രൊക്കേഡ് ബ്ലൗസ് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഡാർക്ക് കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഓണം ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് വ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഒക്കെ. അങ്ങനെ മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു പൊട്ട് വെച്ചെടുത്തു. അത്യാവശ്യം നല്ല സൈസുള്ളൊരു പൊട്ട് വെച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലിപ് ബാം ഒന്ന് റിമൂവ് ചെയ്തു. കാരണം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണം. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ലിപ് ബാം എപ്പോഴും റിമൂവ് ചെയ്യാറുണ്ട് കേട്ടോ, കളയാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാഴ്സിൻ്റെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി റെഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെഡ് ഷെയ്ഡാണ്. എൻ്റെ ഒരു ബ്ലൗസിൻ്റെ കളറാണ് കേട്ടോ ഒരു ഷെയ്ഡ്. പക്ഷെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ഒരു പ്രത്യേക തരം ഒരു റെഡ് കളറായിട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളറല്ല, കറക്റ്റ് ഒരു ചില്ലി റെഡ് എന്നൊക്കെ പറയില്ല, ഒരു പ്രത്യേക തരം റെഡ്, അതായത് നമ്മൾ ഉദിച്ച് നിൽക്കുന്ന ഒരു റെഡില്ല, ആ ഒരു കളറാണ് ശരിക്കും ലിപ്സ്റ്റിക്ക് കേട്ടോ. പക്ഷേ വീഡിയോയിൽ എന്തോ ഒരു വേറൊരു കളറായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഞാൻ ആ ജുവല്ലറീസ് ഒക്കെ ഇട്ട് കൊടുത്തു. ഞാനൊരു ജുംക്ക കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെക്ലേസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ സാറയുടെ പെർഫ്യൂം അടിച്ചു കൊടുത്തു. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി വന്നു. ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ, ലവ് യു ഓൾ.